എനിക്ക് തോന്നിയ ഒരു കാര്യം സിനിമ തുടങ്ങി കുറെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് ഇത് മലയാളത്തിന്റെ ബജരംഗി ഭായിജാൻ ആവുമോ എന്നുള്ളൊരു ഒരു ചിന്ത. കാരണം നമുക്കൊരു അത് കുറച്ച് കുറെ ഇടങ്ങളിൽ സാമ്യതയുണ്ട്. എക്സാക്ട്ലി അതുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല, ചില സാമ്യതകളുണ്ട്. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കൂടുതലും നമ്മൾ കേരളത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയം മതം ഇതെല്ലാം കൂടിക്കലർത്തിയാണ് പോകുന്നത്. പക്ഷേ പല സിനിമകളിലും നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റേഷനായിട്ട് വരുന്നത്. കാരണം ഇത് നമ്മൾ ഒത്തിരി സിനിമകളിൽ കണ്ടപ്പോൾ യാതൊരു പുതുമയും ആ ഒരു സീനുകളിൽ പറയാൻ പറ്റുന്നില്ല. പിന്നെ സംവിധായകൻ വളരെ പണിപ്പെട്ടത്, കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരും, മതം രാഷ്ട്രീയമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ഒരു ഒരു അദ്ദേഹം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്യിക്കുന്നത് പോലെ എനിക്ക് ഒരു ഫീൽ ചെയ്തു. പക്ഷെ അതിനുശേഷം കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്ക് ഇനി അടുത്ത കാലത്ത് ഇറങ്ങിയ പൃഥ്വിരാജിന്റെ ഒരു സിനിമയുമായി ഒരു സാമ്യത, കാരണം അത് സാഹചര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പിന്നെ ഈ സിനിമയുടെ നടക്കുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് പിന്നെ ഇദ്ദേഹം വേറൊരു രാജ്യത്ത് എത്തിപ്പെടുകയും പിന്നെ അവിടെ വെച്ച് നമ്മുടെ അയൽരാജ്യത്ത് നിന്ന് ഒരു വ്യക്തിയെ കാണുകയും പിന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധം അതാണ് ഇതിൽ. അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി പറയുന്നു. അതേസമയം കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് സംസാരിക്കും, എന്തൊക്കെ നടക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൂടെ പോയി ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യ ഭാഗത്ത് രാഷ്ട്രീയ മതമാണെങ്കിലും ഒത്തിരി ഡയലോഗുകളിലൂടെ അവരത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, എല്ലാവർക്കും അവരുടേതായ ഒരു ഇതുണ്ടാവും. കാരണം അക്കാര്യത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു ബാലൻസ് ചെയ്യുന്നത് പോലെ തോന്നി. പിന്നെ അവസാനം ഇത് അവസാനിക്കുന്നത് തന്നെ ഒരു 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 എല്ലാവരും സമാധാനകാംക്ഷികളാണ്. ഏത് രാജ്യത്തായിരുന്നാലും ഭൂരിഭാഗം ആൾക്കാരും ഇത് സമാധാനകാംക്ഷികളാണ്. മതത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇതിനോട് പിന്നെ തമാശ രൂപേണ ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ റോൾ ചെയ്തിട്ടുണ്ട്. കാരണം സ്ഥിരമായി നമ്മൾ നിവിനെ കാണുന്നുള്ള ഒരു കുട്ടിത്തം നിറഞ്ഞ കഥാപാത്രം അല്ലെങ്കിൽ കുസൃതി നിറഞ്ഞ കഥാപാത്രം അത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹം ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂടെ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ സ്ഥിരമായി അവരിൽ നിന്ന് കാണുന്ന ഇതിനു മുമ്പ് പല സിനിമകൾ കണ്ടതാണെങ്കിലും അതൊരു റിപ്പീറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ തോന്നിയില്ല. അപ്പം ഇത് അത്യന്തം നമ്മൾ എന്താ പറയാ, ഒരു സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു വരുന്നത്. പിന്നെ ഇന്ത്യയുമായിട്ടുള്ള കുറച്ച് റെഫറൻസ് അതിനകത്ത് വേറൊരു രീതിയിൽ, അതായത് അന്യരാജ്യക്കാരന്റെ പെർസ്പെക്റ്റീവിൽ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. അതായത് പെട്ടെന്നൊരു നമ്മുടെ അയൽ രാജ്യത്ത് പാകിസ്ഥാനിൽ പെട്ടെന്നൊരു സച്ചിന്റെ ഫോട്ടോ കാണുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് ഒന്ന് റിലീവ്ഡ് ആകുന്നു, മനസ്സൊന്ന് സന്തോഷിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കുറെ മൊമെന്റ്സ് ഈ സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. ഓവറോൾ ഒരു ഓൺ ടൈം വാച്ച് തന്നെയാണ് നമുക്ക്.